പ്രിയപ്പെട്ട സ്നേഹമുള്ള ഉമ്മമാർ, നമ്മുടെ ഈ മഹത്തായ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ഒരമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്നവരാണ്. ഒരുപാട് ഭാര്യമാർക്കുള്ള പരിഭവം, ഉസ്താദെ ഞങ്ങളെ ഭർത്താക്കന്മാരൊന്ന് പറഞ്ഞ് നന്നാക്കണം. അതാണ് ഞാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് എടുത്തത്. ഞങ്ങളെ ഭർത്താക്കന്മാരെ ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തണം. വല്ലാത്ത സ്വഭാവദൂഷ്യം, ഭയങ്കര പീഡനം. ഇങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളവും എനിക്ക് പറയാനുള്ളത് ഒന്നാണ്. ശരി, നിങ്ങളുടെ ഭർത്താവ് വളരെ സ്വഭാവദൂഷ്യമുള്ളവനാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ ആ സ്വഭാവദൂഷ്യമുള്ള ഭർത്താവിനെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, നിങ്ങൾ ആദ്യം നൽകിയ സ്നേഹത്തെക്കാളും, ആദ്യം നിങ്ങൾ നൽകിയ സഹകരണത്തെക്കാളും, ആദ്യം നിങ്ങൾ നൽകിയ നല്ല വാക്കിനേക്കാളും ഒന്നുകൂടി ഡിഗ്രി കൂടിയ നല്ല വാക്കും നല്ല സഹകരണവും നല്ല സമീപനവും നിങ്ങൾ അവരോട് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ മരുന്ന്. എൻ്റെ ഭർത്താവ് എന്നോട് മുഷ്ടി പിടിച്ചു നിൽക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നോട് നല്ല സുഖത്തിലല്ല പെരുമാറുന്നത്. തിരിച്ച് നിങ്ങളും അങ്ങോട്ടായാലോ രണ്ട് കൈയും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് അവൻ ഇങ്ങോട്ടടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ അതിൻ്റെ എതിർ സൈഡിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ കീപ്പ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വിഷയം തന്നെയാണത്. പെണ്ണ് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹമാണ്. ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ നിങ്ങൾ തന്നെ പണിയെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. 1-2 പൊടിക്കൈകൾ ഞാൻ തരാം, ഞാനും ഒരു പുരുഷനായതുകൊണ്ട്. ഇതൊരു പക്ഷേ ഒരു പെണ്ണിന് നിന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു പ്രധാന വിഷയമുള്ള എന്താ, നിങ്ങള് ചെറിയ മക്കള് വന്നവർ വാള് കേൾക്കാൻ വന്നവരുണ്ടെങ്കിൽ ശരിക്കും ഇരുന്ന് കേട്ടോളി. കുട്ടികളെ പറ്റി ശേഷം വരാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചില വിഷയങ്ങൾ പറയാൻ കഴിയില്ല. ചില വിഷയങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് പറയാൻ കഴിയില്ല. ഇക്കാലം വരെ നിങ്ങളെ ഭർത്താവ് നിങ്ങളോട് ആ വിഷയം പറഞ്ഞിട്ടില്ല. മരിക്കുന്നത് വരെ ആ വിഷയത്തെ പറയും നിങ്ങൾ ബോധ്യം വെക്കേണ്ടത്. എന്താ അങ്ങനെ ഉസ്താദെ? അങ്ങനെയാണ് അതിന്റെ മട്ട്. ഞാനൊരു ദിവസം എൻ്റെ സ്നേഹിതനായ ഒരാള് പറഞ്ഞു, എന്താ ഇപ്പൊ ചെയ്യ, ഞാനിങ്ങനെ ചെല്ലുന്ന അവസരത്തിൽ അവള് ചേറ്റടിയിൽ ഇങ്ങനെ കയറിയിരിക്കും. എന്നെ കാണുമ്പോ ഓളെ ചന്തി ഒന്ന് പൊന്തിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞ ലഫ്ള് അങ്ങനെ തന്നെ പറഞ്ഞതാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെ എനിക്ക് പറയാൻ കഴിയോ ഞാൻ വരുമ്പോ നീ എണീറ്റ് നിൽക്കണമെന്ന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം. ഒരു ഭർത്താവിനെ, അത് വിവാഹം ചെയ്ത പുരുഷന്മാർക്ക് അറിയാം, ചില വിഷയങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് പറയാൻ കഴിയില്ല. അത് മരിക്കുന്നത് വരെ പറയാൻ കഴിയില്ല. അത് പറയലോടുകൂടി ഇവൻ ചീപ്പായി പോകും. ഭാര്യന്റെ മുമ്പിൽ ചീപ്പാകാൻ ഒരു ഭർത്താവും സന്നദ്ധനാവൂല. അയ്യേ, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ടത്. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പറയാൻ മടിക്കുന്ന, പറയാൻ തോന്നാത്ത ഒരു വിഷയമാണ് വൃത്തി. ഈ എന്റെ പ്രസംഗം കൊണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ സംതൃപ്തമായി ജീവിച്ചാൽ ഈ പരിശുദ്ധ റമളാൻ എനിക്ക് മുതലായി പോയി. നീരിപ്പ് കഴിയുന്ന ഏതെങ്കിലും 2 ഹൃദയങ്ങൾ തമ്മിൽ അടുത്താൽ നമ്മുടെ ഈ സംസാരം മുതലായി പോയി. നീ അതുവരെ അണിഞ്ഞ ഡ്രസ്സൊന്ന് മാറ്റി ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യണം, നീ അല്പം സുഗന്ധദ്രവ്യം പൂശി വരണം എന്നൊരു പെണ്ണിന് ഒരാണിനോട് പറയാൻ കഴിയില്ല. ഒരു വെടുപ്പും വൃത്തിയിൽ വരണം, നിങ്ങൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ വേറൊരു മാക്സി വലിച്ചിടണം, നിങ്ങളൊന്ന് കുളിച്ചാൽ വളരെ മട്ടായി എന്നോ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയില്ല. അത് പറഞ്ഞാൽ അതോടുകൂടി ഭർത്താവിന്റെ ഇമേജ് തകരുന്നു. ഈ ഒരു വെറുത്ത വാസന ഒരു പെണ്ണിൽ നിന്ന് ആദ്യമായി സംബോധനത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായാൽ പിന്നെ അന്ന് തൊട്ടതൊക്കെ, ഇട്ടല്ലാത്ത പട്ടിക്ക് തൊട്ടതൊക്കെ കുറ്റം, തൊട്ടതൊക്കെ കുറ്റേക്കാർ.
നിങ്ങളെ പൂതി എന്താ ഇപ്പൊ ഇതിനെത്ര ചൂടാകാൻ? ഇതിനല്ല ചൂടാകണ്. അതിന്റെ മുമ്പ് കുറെ ചെയ്ത സംഗതി ഉണ്ട്, അതിനൊക്കെ പാടെ ചൂടാകണം. അവസാനം ഇതൊക്കെ പാടെ പൊട്ടിയാണ് വീണതാ. നിങ്ങളെ പൂതി ഇപ്പൊ ഈ ചെറിയ സംഗതിക്ക് ഇത്ര ചൂടാകാണ്ടോ? ഇതിലും വലുതൊക്കെ ഇതിന്റെ മുമ്പ് എത്ര വന്നിട്ടുണ്ട്. ഒരു പുരുഷൻ ഒരു പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ചുറ്റുപാടാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, നല്ല ഒരു കുടുംബം. ആ കുടുംബം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതൊരു പണ്ഡിത കുടുംബമാണ്, അതൊരു സയ്യിദ് കുടുംബമാണ്. ആ കുടുംബത്തിൽ ഏകദേശം 80 വയസ്സ് കഴിഞ്ഞ ഒരു ഭർത്താവ്, പണ്ഡിതനായ ഭർത്താവ് വളരെ ദൂരെയാണ് ജോലി ചെയ്യുന്നത്. ഞാനത് കേട്ടിട്ട് വളരെ അത്ഭുതപ്പെട്ടു പോയി. 80 വയസ്സ് കഴിഞ്ഞ ആ ഭർത്താവ് വളരെ ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട കാരണവരാണ്. അദ്ദേഹം ഒരു വലിയ പ്രതിഭാതനായ പണ്ഡിതനാണ്. ആ മനുഷ്യൻ ഒരു മാസത്തിൽ 1-2 തവണ കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി ആ കിടക്കുന്ന റൂം വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി സുഗന്ധം പുരട്ടി അതിലെ മുഴുവൻ ഡ്രസ്സുകളും എടുത്തു മാറ്റി അതിന്റെ തലക്കിണിയുടെ ഉറയും ബെഡ്ഷീറ്റും ആ പുതപ്പും മുഴുവനും കഴുകി വൃത്തിയാക്കി അലക്കി തേച്ച് വൃത്തിയായി നിൽക്കുകയാണ്. വയസ്സെത്രയാണ്? 80. ഭാര്യയുടെ വയസ്സെത്രയാണ്? 65. 65 വയസ്സായ ഒരു ഭാര്യ 80 വയസ്സായ ഒരു ഭർത്താവിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നിങ്ങൾ കേട്ടത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനാണ് മതപഠന ക്ലാസ്. ഈ ഒരൊറ്റ വിഷയത്തിൽ നിങ്ങൾ ചേഞ്ചിങ് വന്നാൽ നിങ്ങൾക്ക് പിടിപ്പത് പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ചേഞ്ചിങ് വന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ 75% ഡോസിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുമെന്നത് കട്ടായം, യാതൊരു സംശയ വിഷയത്തിൽ. വൃത്തി ഒരു വിഷയം, എന്നാൽ അത് പറയാൻ പറ്റാത്തൊരു സംഗതിയുമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വൃത്തിയെയാണ്. വൃത്തിയില്ലാത്ത ഒരു ഹീനമായ ഒരു വാസന ആദ്യമായിട്ട് ഭർത്താവിൽ നിന്ന് അടിച്ചു വീശിയാൽ പിന്നെ അന്ന് ഒരു സുഖം ഉണ്ടാവില്ല. അന്നത്തെ വിഷയം അതോടുകൂടി അടഞ്ഞു. അതുകൊണ്ട് ഭർത്താവ് വരുന്നുണ്ടെന്നറിഞ്ഞാൽ ഭാര്യ ശരിക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കുക തന്നെ വേണം. ഇത് ഏതു ഭാര്യയും എത്ര വയസ്സായാലും കിളവിയായാലും ചെയ്യണമെന്ന് ഈ പണ്ഡിത തറവാട്ടിലെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് മറ്റൊരു പോയിന്റ്. ഈ പോയിന്റ് നിങ്ങളൊക്കെ ചെയ്തു നോക്കി ഒരുപാട് മാറ്റമുണ്ടാവും. ഇന്നേ വരെ ഒരു ഭർത്താവും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ അടക്കി പിടിച്ച് ഉള്ളിൽ ഒതുക്കി ചിരിക്കുന്നില്ലേ? ഉണ്ട്. ഇന്നലെ നിങ്ങൾ രാവിലെ ളുഹർ നിസ്കരിച്ചെടുത്ത മാക്സിയും നിങ്ങളുടെ ഡ്രസ്സും ആ ഡ്രസ്സ് തന്നെയാണ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിലേക്ക് നിങ്ങളുടെ അടുക്കളപ്പണി മുഴുവനും കഴിഞ്ഞ് നിങ്ങളുടെ രാത്രിയിലെ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് അതേ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഭർത്താവിന്റെ അടുക്കിലേക്ക് നീങ്ങിയതെങ്കിൽ ആ നീക്കത്തിലുള്ള നിങ്ങളുടെ സംതൃപ്തതയും നേരെ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോയതെങ്കിൽ, ഒന്ന് വെള്ളം വാർന്ന് കുളിച്ചു വൃത്തിയായാണ് പോയതെങ്കിൽ അതിൽ നിങ്ങൾക്കുള്ള സംതൃപ്തതയും അജഗജാന്തരമാണ്, വളരെ കൂടുതൽ വിഭിന്നമാണ്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത് മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ഭർത്താവ് എവിടെ നിന്ന് വരുന്നു ാണെങ്കിലും വലിയ യാത്ര കഴിഞ്ഞു വരികയാണെങ്കിലും ആദ്യത്തെ സംബോധനം ഒരു പുഞ്ചിരിച്ചുകൊണ്ടാകണം. ഒരുപാട് വേവലാതികൾ നിങ്ങൾക്ക് പറയാനുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ മുകളിൽ ഒരുപാട് ഭാരങ്ങളും വേവലാതികളും വിഷമങ്ങളും ഇറക്കി വെക്കാൻ വേണ്ടിയാണ് ഈ ഭർത്താവ് ഓടി വരുന്നത്. ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പുരാതി പറഞ്ഞ് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ജ്യേഷ്ഠത്തിയുടെ മൂത്തച്ചിയുടെ കുട്ടി, മൂത്തച്ഛന്റെ കുട്ടി നമ്മളെ കുട്ടിയെ ഇടിച്ച വിവരം പറയാൻ ആ സമയം ഉപയോഗപ്പെടുത്താൻ പാടില്ല.
നാത്തൂന്റെ കുട്ടി നമ്മുടെ കുട്ടിയെ പിടിച്ച് തള്ളിയ വിവരം പറയാൻ ആ സമയം ഉപയോഗപ്പെടുത്തരുത്. പറയാതെ ഒപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഓക്കെ, അല്ല പറഞ്ഞേ ശടിക്കൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് മറ്റൊരു സമയം തിരഞ്ഞെടുക്കാം. ആദ്യ വരവിൽ നിങ്ങളൊരു നല്ല സമീപനമുണ്ടായി കഴിഞ്ഞാൽ റെഡിയായി. എല്ലാ വിഷയവും നമ്മൾക്ക് പറഞ്ഞു തീരേണ്ടതുണ്ട്. വളരെ ഭംഗിയായി മുഴുവനും പറയാം. നമ്മൾക്ക് കിട്ടാനുള്ളത് മുഴുവനും ചോദിച്ച് വാങ്ങിയേ അടങ്ങൂ. നമ്മുടെ മുഴുവൻ പരാതികളും നമ്മൾ സമർപ്പിച്ചേ നിർത്തൂ. ഓക്കെ, പക്ഷെ അതിന് ചില സമയങ്ങളുണ്ട്. കേപ്പ് നോക്കി ഇങ്ങനെ വെച്ച് നോക്കും. ചിലപ്പോഴൊക്കെ ഒന്ന് കീശ തപ്പുന്നതും നന്നായിരിക്കും. കീശയൊക്കെ തപ്പി അത്യാവശ്യം ഒരു 500 നോട്ടും 1000 നോട്ടൊക്കെ ഉണ്ട്. ഇന്ന് എന്തൊക്കെ കിട്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ ആ ചാർട്ടിന് നല്ല നീളം വേണം. അതിലാണ് നമ്മൾ വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇന്ന് തീരെ ഓട്ടണ്ടായിട്ടുണ്ടാവൂല. വേണമെങ്കിൽ എണ്ണ അടിച്ചതും കടം വാങ്ങിയിട്ടാവും. അന്ന് മിണ്ടാൻ പാടില്ല. ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലാതെ, മുളകില്ലെങ്കിൽ മുളകില്ലാതെ. അന്നത്തെ ഉപ്പ് അതന്നെ. അതുകൊണ്ട് എപ്പോഴും ഭർത്താവിന്റെ ഈ അവസരത്തിലുള്ള മാനസികാവസ്ഥ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം. അതിന് നിങ്ങൾക്ക് കഴിയും. പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു മർക്കടമുഷ്ടി ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചെറിയൊരു മർക്കടമുഷ്ടി എന്നാണ്. എന്താപ്പ അങ്ങനെ ആയിക്കൊള്ളുന്നു. ഞാനും എന്റെ ഭർത്താവും കുറെയൊക്കെ മൂപ്പരും നോക്കേണ്ടതല്ലേ? ശരിയാണ്. ആ ഭാഗം നമ്മൾക്ക് ക്ലിയർ ചെയ്യിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ചാൻസിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ നിങ്ങളോടാണ് ഈ വിഷയം പറയുന്നത്. നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ചെന്ന് കേറുന്ന സന്ദർഭം ഒരു പുഞ്ചിരി. റമദാൻ മാസത്തിൽ വെള്ളം കൊടുക്കണ്ട, അത് വലിയ ഗതികേടാവും. പിന്നെ ഇനിയിപ്പോ ഭർത്താവ് ഞാൻ ഏതായാലും കിട്ടിയതല്ലേ വെച്ചിട്ട് കുടിച്ചാലോ, അതും വലിയ ഗതികേട്. ഭർത്താവ് തന്നെ ഒരു ദിവസം കിട്ടിയാൽ പിന്നെ വേണമെങ്കിൽ ലേശം കള്ളനായ ഭർത്താവാണെങ്കിൽ ദിവസം 4 വട്ടം കയറി ചെല്ലുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ. എന്നാലും വാടിത്തളർന്ന് റമദാൻ ഒന്നും അല്ലാത്ത കാലത്ത് മലപ്പുറം ചന്തയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കയ്യിലുള്ള കേസ് വാങ്ങി വെക്കുന്നതോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. അത് കുടിച്ചാനല്ല. അങ്ങനെ മനസ്സിലാക്കിയെടുത്തെങ്കിൽ എന്താപ്പോ വെള്ളം വേണമെങ്കിൽ ചോദിച്ചൂടെ? ഇവിടെ ഇല്ല മുതല്, ഞാനാണ് കൊടുക്കൂലെ. ഇതൊരു ഭാഷയാ. എന്താ ആവശ്യമുള്ള മുതൽ ചോദിച്ചൂടെ? ഇവിടെ ഇല്ലേ, നമ്മളാണ് കൊടുത്തിട്ട് വേണം. അത് നല്ല ഒരു ടീച്ചിങ് മെത്തേഡാണ്. തരക്കേടില്ല, നല്ല ഒരു ഭർത്താനാണ്. പക്ഷെ അങ്ങനല്ല. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളങ്ങൾ കൊടുത്തു നോക്കി, മടക്കൂല. അന്തസ്സുള്ള ഭർത്താവ് മടക്കൂല. ഒരുപക്ഷെ വേണമെങ്കിൽ ഇപ്പൊ ജ്യൂസ് കുടിച്ച് വരയിക്കാരാ സാധു, എന്നാലും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് ഊറ്റി കുടിക്കും. അതൊരു ഭർത്താവിന്റെ സ്വഭാവമാണ്. വരുമ്പോ എനിക്ക് വെള്ളം തരാൻ ഇപ്പൊ ഒരു പുതിയ വെള്ളം തരല് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോ ക്ലാസ്സിന് വഹിക്കാണ്ട് ഇപ്പൊ എനിക്ക് വെള്ളം കുടിച്ച് തന്നെയുള്ള ഇപ്പൊ ഇത് പരിപാടി. ഇതിപ്പോ എന്റെ ഈ പോക്ക് ഇനി തൽക്കാലം 4 ദിവസത്തിന് പോണ്ടെന്നാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മട്ടത്തിൽ ചെയ്താൽ മതി. ചിലപ്പോ നല്ല ശുണ്ടിയുള്ള യാതികാരങ്ങൾക്ക് കിട്ടിയിരിക്കണേ. അങ്ങനത്തെ ഈ വെള്ളം ഏറ്റവും ചെന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പമാണെങ്കിലേ പിടിപ്പത് കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കേണ്ട വിഷയം. എന്നിട്ട് പിന്നെ എനിക്ക് ഫോൺ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തിട്ട് ഉസ്താദെ പിന്നെ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയതല്ലെന്താ കാട്ടാന്ന് വെച്ചാൽ പറ്റൂല. അതുകൊണ്ട് ആ വിഷയമൊന്നും ഇവിടെ പറയണ്ട. അതൊക്കെ നിങ്ങൾ ക്യാപ്പ് നോക്കി ശരിക്ക് ചിന്തിക്കേണ്ടതാ. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ചില്ല വിഷയം. ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ വിഷയം. ഒരു പെണ്ണിന് ആദ്യത്തെ ദിവസം ആദ്യ രാത്രിയിലെ ഏറ്റവും വലിയ ബേജാർ എന്താന്ന് വെച്ചാൽ, പഠിച്ചോനെ ഞാൻ എന്ത് കോമരന്റെ അടുത്തേക്കാ വന്നിക്കണാവോ, ഏത് ജാതിയാണാവോ ഇപ്പൊ നമുക്ക് കിട്ടിയത്, ഇത് എന്ത് ജാതിയാണാവോ എന്നുള്ള ഏറ്റവും വലിയ പേടി അതാ. പെണ്ണിന്റെ ഏറ്റവും വലിയ ബേജാർ അതന്നെ. വേറെ ഒരു ബേജാറും പെണ്ണിനില്ല. അതുകൊണ്ട് അന്ന് മുതൽ നിങ്ങൾ പഠിക്കൽ തുടങ്ങിയതാണ് നിങ്ങളെ ഭർത്താവിനെ. അതുകൊണ്ട് കേപ്പ് നോക്കി കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ മറ്റൊരു വിഷയം, യാത്ര പോകുന്ന അവസരത്തിൽ യാത്രക്ക് വലിയ ഒരു പുണ്യമുണ്ട്. ഇനി എന്താ? യാത്ര അടുത്ത ഭാര്യമാ ഭർത്താക്കന്മാർക്ക് യാത്ര അടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹം നൽകാൻ ഭാര്യക്ക് കഴിയണം. അതൊരു ഭാഗ്യവതിയായ ഭാര്യയാണ്.
കൂടുതൽ കൂടുതൽ സ്നേഹം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം. യാത്ര ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴേക്കും സ്നേഹങ്ങളും സ്നേഹവായ്പകളും സന്തോഷവചനങ്ങളും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. കൊടയും വടിയുമൊക്കെ എടുക്കുന്ന അവസരത്തിൽ, പെട്ടിയും ബാഗുമൊക്കെ എടുക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ പണിക്ക് വേണ്ടി ഇറങ്ങുന്ന അവസരത്തിൽ, രാവിലെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഡ്രൈവർമാർ, അവരുടെ ഭാര്യമാരൊക്കെ സന്തോഷത്തിൽ അവരെ പറഞ്ഞയക്കണം. നിങ്ങളൊരു മഹത്വ വാക്ക് പറഞ്ഞുകൊണ്ട് വിടരുത്. നിങ്ങളുടെ ഭർത്താവിന്റെ അവസാനത്തെ യാത്രയായാലോ ഇനി വരുന്നത്, ആ ഭർത്താവിന്റെ ഡെഡ് ബോഡിയാണെങ്കിലോ. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, അവസാനമായി യാത്ര പറഞ്ഞു പിരിയുന്ന സമയം, ഉള്ള മുഴുവൻ പ്രശ്നങ്ങളും പരാതികളും നിങ്ങൾ പറയേണ്ടത് ഈ രണ്ടു സമയത്തിനിടക്കാണ്. ചെന്ന് കയറി സന്തോഷിച്ചിരുന്ന് ഒന്ന് ഡ്രസ്സ് മാറ്റി വരാൻ വേണ്ടി ഒരുങ്ങുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ കേപ്പ് വെച്ച് പറയണം. വരുന്ന സമയത്ത് പറയരുത്. കാരണം ഒരു ഭർത്താവിന് ഇനി ചിന്തിക്കാനും ആലോചിക്കാനും ഉള്ളത് ഈ ഭാര്യയിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയ ഒരു വാക്കാണ്. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് തമാശയല്ല, ഇത് വലിയൊരു ജീവിതം. ഇന്ന് സത്യം പറഞ്ഞാൽ ബൈക്കിന്റെ ബാക്കിലൊക്കെ ഇരുന്ന് പള്ളമ്മ പിടിച്ച് പോകാനൊക്കെ മട്ട. സന്തോഷം, സ്നേഹം, ഭാര്യ ഭർത്ത ജീവിതത്തിലുള്ള, ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു മനസ്സിണങ്ങിയുള്ള ജീവിതം ഇന്നതൊരു കിട്ടാക്കനിയായിരിക്കും. യാഥാർത്ഥ്യം അതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ വിവിധങ്ങളായ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കരുതുന്നത് ഇങ്ങനൊക്കെ പറയലാണ് നല്ലത് എന്ന ഒരു വിഷയം, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ഇങ്ങനെ പ്രതികരിക്കലാണ് നല്ലത് എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്. സംഗതി അങ്ങനല്ല. നമ്മൾ ലോകസ്ഥിതിക്ക് പറയാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ഭയങ്കര ദേഷ്യ സന്തോഷം എനിക്കറിയില്ല, ഏതായാലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും, അത് എന്തായാലും ഉണ്ടാവും എന്തെങ്കിലും ഒന്ന്. ഈ വിഷയത്തിൽ നിങ്ങൾ ചിലത് ചിന്തിക്കുന്നുണ്ട്. അതെന്താ? ഭർത്താവിനോട് ഞാനിപ്പോൾ കയർത്ത് സംസാരിക്കുന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ നല്ലത്. അല്ല, അങ്ങനെ ഒരു മേഖലയിലും അങ്ങനല്ല. ഭർത്താവ് നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒന്ന് സന്തോഷിക്കുന്നില്ല, അതൊരു പ്രശ്നപരിഹാരത്തിനുള്ള മാർഗവും അല്ല. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പെണ്ണിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ, ഞാൻ അവളെ എത്ര സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പുരുഷന്മാരിൽ 2-3 തട്ടിലുള്ള മനുഷ്യന്മാരുണ്ട്. ഒന്ന് സ്നേഹിക്കാൻ കഴിയുന്നവർ, മറ്റൊന്നു ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്നവർ. ഒരു പുരുഷന് 4 സ്നേഹത്തിന്റെ മുഖങ്ങളുണ്ട്. ഇത് പറയുമ്പോ എന്നോട് ചുണ്ടി പിടിക്കരുത്. 4 സ്നേഹത്തിന്റെ മുഖങ്ങളെ പടച്ചവൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്നേഹത്തിന്റെ മുഖങ്ങളാ പടച്ചവൻ നൽകിയത്? 4 മക്കളുണ്ടായി, 5ാമത്തേത് ഇങ്ങോട്ട് പ്രസവിക്കുമ്പോഴേക്ക് 4നോടുള്ള സ്നേഹം ഇല്ലാതെയാവോ? 10 പ്രസവിച്ച് 11ാമത്തെ പ്രസവിക്കുമ്പോഴേക്ക് 10നോടുള്ള സ്നേഹം ഇല്ലാതെയാവോ? ഇല്ല. അല്ലാഹു തആല വെച്ചതാണ്. യഥാർത്ഥത്തിൽ ആ സ്നേഹം ഒക്കെ ഒരേ ലെവലിലാണ്. എന്നാൽ ഒരു പുരുഷനിക്ക് ഒരു പുരുഷനെ സ്നേഹിക്കാനേ അല്ലാഹു തആല വകുപ്പ് നൽകിയിട്ടുള്ളൂ. അതേ സന്ദർഭം ഒരു പെണ്ണിനെ 4 തരത്തിലുള്ള സ്നേഹം ഒരു പുരുഷന് സ്നേഹിക്കാൻ കഴിയും. അഥവാ 4 പെണ്ണിനെ ഒരേ ലെവലിൽ സ്നേഹിക്കാൻ പുരുഷന് സാധിക്കും. ഇത് പുരുഷനിലും സ്ത്രീയിലും അല്ലാഹു തആല വെച്ച ഡിഫറൻസ് ആണ്. അത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തളി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഉത്തുംഗ സോപാനത്തിലേക്ക് വിരാജിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ പറയുന്ന അവസരത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ താല്പര്യം. ചില പ്രവർത്തനങ്ങളിലും നിങ്ങൾ വല്ലാതെ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, കടയിൽ നിന്ന് വരുന്ന നിങ്ങളുടെ ഭർത്താവ്, അവൻ എത്ര കഷ്ടപ്പെട്ടാണ് 10 കിലോ അരി വാങ്ങിയത് എന്നറിയോ നിങ്ങൾക്ക്? 10 കിലോ അരിക്ക് വേണ്ടി അവൻ ആ കഷ്ടപ്പെട്ട ആ നിരാളിപ്പിടുത്തത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പിടുത്തവുമില്ല. ആ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ഭർത്താക്കന്മാര് സഹിച്ചപ്പോൾ
ഒരർത്ഥത്തിൽ മക്കളെക്കാളും നിങ്ങളാണ് മനസ്സിലുണ്ടായിരുന്നത്. വലിയ വലിയ കല്ലുകൾ വലിയ മുട്ടികളെ കൊണ്ട് തച്ച് തകർത്തപ്പോൾ, വലിയ വലിയ മലകൾ പിക്കാസ് ഉപയോഗിച്ചുകൊണ്ട് കൊത്തി നിരപ്പാക്കിയപ്പോൾ, ആ വിയർപ്പിന്റെ കണങ്ങൾ ഉറ്റി വീണ സന്ദർഭത്തിൽ താൻ ഡ്രൈവ് ചെയ്തപ്പോൾ മറ്റൊരു വണ്ടിയുമായി വരസി ആ വണ്ടിയിലുള്ള ഡ്രൈവർമാരും ക്ലീനർമാരും ഇറങ്ങി പൊതിരെ തല്ല് കിട്ടിയ സന്ദർഭത്തിൽ നിങ്ങളാണ് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചത്. അഥവാ എനിക്കെന്റെ ഭാര്യയെ സന്തോഷം കിട്ടുമല്ലോ, ഭാര്യയുടെ സന്തോഷം കിട്ടുമല്ലോ. ഒരർത്ഥത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന അവസരത്തിൽ, വിദേശത്താകുന്ന അവസരത്തിൽ, നിങ്ങൾ സ്ഥലത്തില്ലാത്ത അവസരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വരുമ്പോൾ ഒരു പുരുഷൻ ചിന്തിക്കുന്നത് മക്കളെയല്ല, തന്റെ സഹധർമ്മിണിയെയാണ്. ഇത് നിങ്ങളെ ഭർത്താക്കന്മാര് നിങ്ങളോട് പറയില്ല. ഇത് പറയാൻ ഒരു തലപ്പാവ് അണിഞ്ഞവൻ തന്നെ വേണ്ടി വന്നു. നിങ്ങളിത് കേൾക്കണം. ഈ വിഷയം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നമ്മുടെ രാജ്യം നന്നായി പോയി മക്കളെ, നമ്മുടെ രാജ്യം നന്നായി പോയി. വീട്ടിലുള്ള കലഹം അതങ്ങോട്ട് നിന്നുപോയാൽ സമൂഹം നന്നായി പോയി. പുന്നാരപ്പൂവായ ഹബീബായ മുത്തൊളി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതത്തിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചു പറഞ്ഞത്, വിരുന്നു സൽക്കാരത്തിനു വേണ്ടി കടം വാങ്ങിയ വ്യക്തി മുതലാളിയാണെങ്കിൽ പോലും സദഖ ചെയ്യാം, ആ കടം വീട്ടുന്നതിന് വേണ്ടി സകാത്ത് കൊടുക്കാം എന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു കുടുംബം നന്നായി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ നന്മ ഒരു സമൂഹത്തിലേക്ക് വ്യാപിക്കുകയാണ്. ആ വ്യക്തിയുടെ നന്മ കുടുംബത്തിലേക്കും കുടുംബത്തിന്റെ നന്മ സമൂഹത്തിലേക്കും വ്യാപിച്ചാൽ ഈ സമൂഹം മൊത്തം നന്നായിപ്പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മകളുടെ കാലിന്റെ ചുവട്ടിലാണെന്ന് പറഞ്ഞാൽ ഉമ്മകളാണ് മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഒരു ഉമ്മക്കാണ് വാപ്പയെക്കാളും മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുക. കാരണം മക്കൾ എപ്പോഴും ഉമ്മയുടെ കൂടെയല്ലേ ഉള്ളത്, വാപ്പ മക്കളുടെ കൂടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഉമ്മയെ അനുസരിച്ചെങ്കിലേ മക്കൾ രക്ഷപ്പെടൂ എന്ന ഹദീസിന്റെ അർത്ഥമുണ്ടെങ്കിലും അതോടൊപ്പമുള്ള മറ്റൊരർത്ഥമാണ് ഉമ്മമാരാണ് മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കാലിൻ ചുവട്ടിലുള്ള സ്വർഗം നിങ്ങൾ നിർദ്ദേശിച്ചും ഉപദേശിച്ചും നിങ്ങൾ ഗുണോപദേശിച്ചും നിങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്നു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ടൊരു കുടുംബം നന്നാക്കിയെടുക്കാൻ, ഏതു ഷീട്ടുകളിക്കാരനെയും നന്നാക്കിയൊരു നല്ല ഭർത്താവാക്കാൻ, ഏതു മദ്യപാനിയെയും നന്നാക്കിയൊരു നല്ല ഭർത്താവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ മുതലേ തുടങ്ങണം, ഇടയിൽ വെച്ച് തുടങ്ങരുത്. നിങ്ങൾ എന്ന് നിങ്ങളുടെ വാതിൽക്കൽ വന്ന്, ഈ വീട്ടിൽ വന്ന്, ഭർത്താവിന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കയറിയോ, അന്ന് മുതൽ നിങ്ങൾ ചട്ടം കൂട്ടണം. അന്ന് മുതൽ നിങ്ങൾ ചിലത് ഗുണോപദേശിച്ചു തുടങ്ങണം, വളരെ തന്ത്രപരമായി തുടങ്ങണം. അങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നന്നാക്കിയെടുക്കാം. എന്റെ സ്നേഹബന്ധത്തിലുള്ള ഒരു സുഹൃത്തിന്റെ പെങ്ങൾ, ആ പെങ്ങളുടെ കഥ പറയുകയാണ്. ആ പെങ്ങൾ അദ്ദേഹത്തിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇന്ത്യയുടെ ക്രിക്കറ്റ് കളി അതിഗംഭീരമായി നടക്കുകയാണ്. തന്റെ വീട്ടിൽ ഈ സഹോദരി അനുവദിക്കാത്തത് കൊണ്ട്, മക്കളെ മുഴുവനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് കൊണ്ട്, ആ പിന്തിരിപ്പിച്ച് ക്രിക്കറ്റ് കാണുന്നതിൽ നിന്ന്, TV കാണുന്നതിൽ നിന്ന്, VCR കാണുന്നതിൽ നിന്ന് ആ മക്കളെ മുഴുവനും പിന്തിരിപ്പിച്ച ആ നല്ല ഉമ്മ, ആ ഉമ്മയുടെ സമീപത്തേക്ക് രാത്രി സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന തന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളി കമ്പക്കാരനായിരുന്നത്, കാണൽ കമ്പക്കാരനായിരുന്നു.
തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിയും കഴിഞ്ഞ് കണ്ടു തിരിച്ചു വന്നു കതക് മുട്ടിയപ്പോൾ നിങ്ങൾക്ക് പോകാം, നിങ്ങൾ അവിടെ തന്നെ പോയി കിടന്നോളൂ, ഞാൻ നിങ്ങളെ, എന്റെ മക്കളെ, നമ്മുടെ മക്കളെ ഈ വിധം സന്തോഷത്തിൽ വളർത്തുകയും ഒരൊറ്റ TV കാണാനും ഞാൻ അനുവാദം നൽകാതിരിക്കുകയും ഒരു TV ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതം തരാതിരിക്കുകയും ചെയ്തിട്ട് വാപ്പയായ നിങ്ങൾ തന്നെ പോയി തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് TV കണ്ടുവന്നാൽ ഞാൻ എന്റെ മക്കളെ ഇനി എങ്ങനെ ഉപദേശിക്കുമെന്ന ആ സങ്കടഹരജി ബോധിപ്പിച്ചപ്പോൾ ആ ഭർത്താവ് ഉത്തരം മുട്ടിപ്പോയി. ഈ ഒരു നല്ല ഭാര്യയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ വീട്ടിൽ TV വെക്കുന്നത് ഗൾഫുകാരനായ ഭർത്താവിന്റെ കമ്പമാണ്, അല്ലാതെ ഒരുപക്ഷെ നിങ്ങളുടെ ഇമ്പമാണ്. പക്ഷേ ആ TV വെക്കാതെ ആ വീട് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ ഒരൊറ്റ വാക്ക് മതി. നമ്മുടെ വീട്ടിൽ ആ സാധനം വേണ്ട, നമ്മുടെ വീട്ടിൽ ആ ഹലാക്ക് വേണ്ടെന്ന് നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ മതി, അക്കാര്യം നടക്കും. ഉമ്മമാരായ ഉപ്പമാരായ നമ്മളെ ഉമ്മയും ഉപ്പയുമായി കാണാൻ ഈ ഹലാക്ക് കണ്ടാൽ കഴിയില്ലെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ ചിലതൊക്കെ ഗുണോപദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയാലും എന്റെ കൂടെ വരുന്നത് എന്റെ മക്കളെ നോക്കേണ്ടത് ഇവളായതുകൊണ്ട് ഇവളുടെ വാക്കിന് തന്നെയാണ് ഞാൻ അന്തിമ തീരുമാനം പറയേണ്ടത് എന്ന നിലക്ക് നിങ്ങൾ പറയുന്ന വാക്കിന് 100% യെസ് മൂളി ആ പ്രവർത്തനത്തിൽ നിന്നവൻ മാറി ചിന്തിക്കാൻ ഒരു 75% ഒക്കെ നിങ്ങൾക്ക് കഴിയും. അതിന് ക്യാപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നീക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് മദ്യപാനിയായ ഭർത്താവിനെ മാറ്റിയെടുക്കാനും ഷീട്ട് കളിക്കാരനായ ഭർത്താവിനെ മാറ്റിയെടുത്ത് സ്ഫുടം ചെയ്യാനും നിസ്കാരം ഉപേക്ഷിക്കുന്ന ഭർത്താവിനെ നന്നാക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും. എത്രയെത്ര ഭാര്യമാരാ വഴിതെറ്റി സരണിയിൽ സഞ്ചരിച്ചിരുന്ന ഭർത്താക്കന്മാരെ സാൽപ്പാണ്ടാവിലേക്ക് കൊണ്ടുവന്നവരെത്രയാ. അവരുടെ ജീവിതത്തിന്റെ ക്രമം തെറ്റിപ്പോയിരുന്നു, അവരുടെ ജീവിതത്തിന്റെ ക്രമം വളരെ പാളിപ്പോയിരുന്നു. ഞാൻ ഒരു കഥ നിങ്ങളോടൊപ്പം പങ്കുവെക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ക്രമമുണ്ടാക്കി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് പണിയുന്നതിന്, നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചയക്കുന്നതിന് നിങ്ങൾക്കൊരു ചില്ലിക്കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചിലത് ചെയ്യാനാകും, നിങ്ങൾക്ക് ചിലത് പ്രവർത്തിക്കാനാകും. ഒരു പെണ്ണിന്റെ കഥ നിങ്ങൾ കേട്ടോ. കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുന്നതിന്റെ മുമ്പ് ഒരു പെണ്ണൊരു കുടയുടെ മുകളിൽ ഇങ്ങനെ പണിയെടുക്കുന്നു. അതിന്റെ ആ കുടയുടെ കുതിര എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ലേ, ആ കുടയുടെ കമ്പിയും വില്ലും അതിന്റെ ശീലയും നിവർന്നു നിൽക്കാൻ വേണ്ടിയുള്ള തടസ്സപ്പെടുത്തുന്ന ആ സാധനമുണ്ടല്ലോ, കുതിര എന്ന് നമ്മൾ പറയുന്ന സാധനം, അതൊരു കുതിര മോഡലായതുകൊണ്ടോ അതോ അതൊരു ഇരുമ്പിന്റെ കുതിരയായതുകൊണ്ടൊന്നറിയില്ല. ആ സാധനത്തിന്റെ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് പെണ്ണ്. ബാക്കിൽ 2 മാസമായി കല്യാണം കഴിഞ്ഞ ഭർത്താവ് ചോദിക്കുന്നു, എന്താണ് നീ കളിക്കുന്നത്, നിനക്കെന്താണ് ആ കുടയുടെ മുകളിൽ പണി എന്ന് ചോദിച്ചപ്പാ 2 മാസം കല്യാണം കഴിഞ്ഞിട്ടായ ഭർത്താവ് പറഞ്ഞതെന്താ, ഭർത്താവിനോട് ഭാര്യ പറഞ്ഞതെന്താ, ഞാനിതിന്റെ കുതിര ഇളകിയിട്ട് ഇവിടെ ഒരു കൊള്ളിക്കഷ്ണം വെച്ച് പിടിപ്പിക്കുകയാണ്. ഒരു ഭാര്യയെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കിട്ടിയെങ്കിൽ, എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞെങ്കിലെന്ന ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയത്ത് പോലും ആ ഭാര്യ തന്റെ ഭർത്താവിനെ കീപ്പ് ചെയ്തത് കണ്ടോ. എന്റെ ഭർത്താവിനോട് ഈ തൊട്ടടുത്ത് തന്നെ 125 രൂപ വിലയുള്ള ഒരു കുട വാങ്ങിത്തരാൻ പുതുമണവാട്ടിയുടെ മണം പോകാത്ത ആ പെണ്ണ് അവിടെ ധൈര്യം കാണിച്ചുവെങ്കിൽ ഇതാണ് ബുദ്ധിമതിയായ ഭാര്യ. ഈ
ഈ ഭർത്താവ് അല്പം സാധുവാണെങ്കിൽ, ഈ ഭർത്താവ് അല്പം സാധുവായ മനുഷ്യനാണെങ്കിൽ ആ ജീവിതത്തെ ക്രമപ്പെടുത്തി അവന് കിട്ടുന്ന പൈസ മിച്ചം വരുത്താൻ ബുദ്ധിമതിയായ ഒരു ഭാര്യ പണിയെടുക്കണം. ഈ പെരുന്നാക്ക് വസ്ത്രം വേണ്ടേ? ആർക്കൊക്കെ വേണ്ടി? ഒരാൾക്കും വേണ്ട. എന്തൊരു ഭർത്ത! അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എല്ലാവർക്കും ഉണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറിച്ചു തുടങ്ങണം. ആദ്യത്തെ ഭർത്താൻ അങ്ങനെ ഇപ്പെരുന്നാർക്കും വേണ്ട, എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പോ. അങ്ങനെ എല്ലാവരും നാശായിട്ടൊന്നുമില്ല. എന്താ ഭർത്താൻ? പിന്നെ കുഞ്ഞുട്ടിക്ക് ഒരു മിടി കിട്ടിയ തിരക്കടില്ല. അല്ലാ, എത്ര മിടിക്ക്! അങ്ങനെ നല്ല ശീലമുള്ള നേരത്ത് പറയാം, കുഞ്ഞോന്റെ പറ്റ ഏങ്ങിക്കണോ ഇത്ര മാതിരിയാവോ? എന്തൊരു ഭർത്താനം! എനിക്കിപ്പോ തൽക്കാലം വേണ്ട, ഇനിയിപ്പോ എനിക്കായിട്ട് ഇല്ലാതെക്കുക. എല്ലാവർക്കുമായി. നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ചു. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. എന്തൊരു ഭർത്താനം! ആർക്കും വേണ്ട. അതന്നെ എല്ലാരോടും പ്രയോഗിക്കണ്ടട്ടാ. ചിലപ്പോ അത് പ്രയോഗിച്ച കേക്കാൻ നിൽക്കാരം. പിന്നെ അതേ കാരം വിടല്. എന്റെ ഭാര്യനോട് ചോദിച്ചെന്ന്, ഇന്ന് ക്ലാസ്സിന് പോയിട്ട് 2000 ലാഭം. ഭാര്യനോട് ഞാൻ ചോദിച്ചു, എന്തേ ആർക്കൊക്കെ തുണിങ്ങുപ്പായ എടുക്കണ്ടി? ആർക്കും വേണ്ട. ഓൻ അതും കേട്ടാട് പോകും. അമ്മ ആതിരിയാണെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ട് പണിയെടുക്കണം. പൊന്നാര ഉസ്താദെ ഇക്കൊല്ലത്തെ ക്ലാസ്സിന് വന്നിട്ട് പുത്തനെടുപ്പും കിട്ടിയില്ല, നമ്മളെ കുട്ടിയാക്കുക പഴയ തുണിങ്ങുപ്പായും എന്ന് പറഞ്ഞിട്ട് അതിനും ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ഫോണോട് പോണ ആവശ്യത്തിന് ചെയ്യാതെക്കും വേണ്ട. അമ്മാതിരി പുരാതി ഒന്നും പറഞ്ഞു കാണ്ട് നമ്മളെ പെരുന്നാൾ ടെൻഷൻ ആക്കരുത്. അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തന്നത്. ഒക്കെ പറയാ എന്താന്ന് വേണ്ടി. ഇന്ന് കാര്യമായിട്ടൊന്നും വേണ്ട. ഒതുക്കുങ്ങളുണ്ട് ഇറങ്ങാൻ നേരത്ത് അരി കയ്യാനായിക്കണോ. രണ്ടാമത്തെ ഒതുക്കുങ്ങൾക്കുണ്ട് ഇറങ്ങണ നേരത്ത് പഞ്ചസാര നമുക്ക് കൂടി ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒതുക്കുകെട്ടിങ്ങടെ ഇറങ്ങണ നേരത്ത് പറയണം, കുട്ടികളെ തലയിൽ തേക്കാവുള്ള വെണ്ണം പറ്റ കഴിഞ്ഞേക്കണു, അടി അയക്കണു. അല്ലാ, ആദ്യത്തെ ഭർത്താനാണ് കേട്ട് സന്തോഷിച്ച്. നിങ്ങൾക്ക് എന്താ വേണ്ടിന്നാ ചോദിച്ചു. പിന്നെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ച്, ഹലോ എന്തേ അല്ലേ, പച്ചക്കറി ഒന്നുമില്ല. ഒരാള് പറഞ്ഞു ഒരു ഉപ്പയ്ക്കൊരു കോയിനിട്ടിട്ട് ഫോൺ ചെയ്തു. അപ്പൊ ഇവളിങ്ങോട്ട് ഈ ഒരു ഉപ്പേന്റെ കോയിൻ തീർന്നീന്റെ ഇടയ്ക്ക് ഇവളെ ചാട്ട് തീരൂല. ഇവളിങ്ങോട്ട് സ്പീഡിൽ ഇങ്ങോട്ട് പറഞ്ഞ് അരി, മല്ലി, പഞ്ചസാര, മുളക്, ഉപ്പ്, കടക്, മല്ലി എന്നിട്ട് തുടങ്ങിയിട്ട് പിന്നെ ആരോ ചോദിച്ചു, ഇനി വേണം കോയിന് ചോദിച്ചു. വേണ്ട, പിന്നെ 1000-നുള്ള ഒരു കോയിൻ കൊണ്ട് തന്നെ കിട്ടിക്കണൂന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ അവിടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നേരത്തെ ഒരു അടിരേഖ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? കീശ പരിശോധിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കിതൊരു വെറും വർത്താനമായി തോന്നുന്നുണ്ടോ? ഇത് വലിയ സംഭവങ്ങളാണ്. ഇതാണ് ഒരു ഇടപഴക്കം. നിങ്ങൾ കേൾക്കണം. അദ്ദീനു അൽ മുആമല. ഹബീബായ മുത്തളി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് കണ്ടോ? ദീനെന്ന് പറഞ്ഞാൽ അൽ മുആമലത്തു, ഒരു നല്ല ഇടപഴക്കമാണ്. ഒരു നല്ല ഇടപഴക്കം. എന്താ മട്ടം? ആ നല്ല ഇടപഴക്കത്തിലൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം. പടച്ചവൻ അങ്ങനെ ഒരു നല്ല ഇടപഴക്കത്തിന് നമ്മൾക്ക് വിധി കൂട്ടി തരുമാകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം നന്നാകാൻ ആവശ്യമായ വിഷയം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ ഇത് സംബന്ധമായി വായിച്ചെടുക്കേണ്ടതാണ്. ഭർത്താവിനെ ഉപദേശിക്കേണ്ടതാണ്. ഭർത്താവിനെ നിങ്ങൾ നന്നാക്കിയെടുക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ ഏറ്റവും സുഖസൗകര്യമുള്ള ജീവിതം, സ്വർഗീയമായ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവിനെ തന്നെ നിങ്ങൾക്ക് ഭർത്താവായി കിട്ടിക്കൊണ്ടുള്ള ജീവിതമാണ്. ഒരുപക്ഷെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, മറിയം ബീബിക്ക് ഈ ലോകത്തിൽ നിന്ന് ഭർത്താവിനെ കിട്ടിയിട്ടില്ല. ആസിയ ബീബിക്ക് കിട്ടിയ ഭർത്താവാണെങ്കിലോ അത് കിങ്കരനായ ഫിർഔനായിരുന്നു.
അതേ പ്രകാരം തന്നെ ഒരുപാട് വനിതകൾ പീഡനമനുഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ രാജാക്കന്മാരുടെയും അതേ പ്രകാരം തന്നെ കുലീന തറവാട്ടിലെയും നല്ല പെൺമക്കൾ, തീരെ ഭർത്താക്കന്മാരുടെ ആസ്വാദനം കിട്ടാത്തവർ, അവർക്കൊക്കെ നാളെ പരലോകത്ത് ഭർത്താക്കന്മാരുണ്ട്. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്കൊരാശ്വാസം വരണം. അതിൽ സ്വാഭാവികമായും ഹുർലിങ്ങളുടെ ഭംഗിയെ സംബന്ധിച്ച് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഹുർലിങ്ങൾ എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം, ഇവിടെ നിന്ന് ഭർത്താക്കന്മാരില്ലാത്ത പുരുഷന്മാർ, അല്ലെങ്കിൽ ഉള്ള ഭർത്താക്കന്മാർ വഴികേടത്തരത്തിലായതുകൊണ്ട് അവർ മുർത്തദായി പോയതുകൊണ്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരോട് ഒന്നിച്ച് നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അങ്ങനെ ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഭർത്താവ് നിങ്ങളെ മൊഴി ചൊല്ലി തിരിച്ചയച്ചു. ഇങ്ങനെയൊക്കെയുള്ള വിധവകളായ സ്ത്രീകളെ സന്തോഷിക്കുക. തീരെ ഭർത്താക്കന്മാരെ കിട്ടാത്തതിന്റെ പാവപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ സഹോദരിമാരെ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. ഏതെങ്കിലും ഒരു രാമന്റെയോ ചാത്തന്റെയോ ഒക്കെ കൂടെ ഇറങ്ങിപ്പോയി അവരുമായി ശൃംഗാരം പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ വേദനയോടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തരുത്, ഈമാൻ നഷ്ടപ്പെടുത്തരുത്. അവന്റെ കൂടെയുള്ള ലോഡ്ജിലുള്ള പീഡനം അനുഭവിച്ചുകൊണ്ടുള്ള ഒരാഴ്ചക്കാലത്തെ ജീവിതം അവസാനം നിന്റെ കഴുത്തും കാതും ഒന്നിച്ച് വലിച്ചൂരി നിന്നെ വഴിയാധാരമാക്കി നിന്റെ ദുന്യാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ആ പ്രക്രിയയിൽ, അജണ്ടയിൽ നീ കുടുങ്ങിപ്പോകരുതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അങ്ങനെ ഏതെങ്കിലും സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെ കിട്ടാതിരിക്കുകയോ കിട്ടിയ ഭർത്താക്കന്മാര് മൊഴി ചൊല്ലിപ്പോവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് തീരെ ഭർത്താക്കന്മാരില്ലാതെയാവുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് നാളെ പരലോകത്ത് ഭർത്താക്കന്മാരുണ്ട്. വലഹും അസ്വാജ്, സ്വർഗനിവാസികൾക്ക് ഇണകളുണ്ടെന്നാണ്. സ്വർഗത്തിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ടെന്നല്ല, സ്വർഗത്തിലെ സഹോദരിമാർക്ക് പുരുഷന്മാരുമുണ്ട്. അത് ഏറ്റവും വലിയ കുലീന തറവാട്ടുകാർക്ക്, കുലീന തറവാട്ടിൽ നിന്നുള്ള പുരുഷന്മാരു തന്നെ. ലോകത്തെ ചട്ടമ്പിയായ ഫിർഔൻ എന്ന ഏറ്റവും വലിയ ധനാഢ്യനും കുലീന തറവാട്ടുകാരനുമായ ഫിർഔനിനുള്ള ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആസിയ ബീവിക്ക് ഭർത്താവായി വരുന്നത് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബഹുമാനപ്പെട്ട മറിയം ബീവി ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരൊറ്റ പെണ്ണാണ് മറിയം ബീവി അലൈഹിസ്സലാം. ആ മറിയം ബീവി ഈ ലോകത്ത് വെച്ച് ഭർത്താവിന്റെ സുഖമനുഭവിക്കാത്ത പെണ്ണാണ്. ആ പെണ്ണ് നാളെ പരലോകത്ത് വരുന്നത് നിങ്ങൾ ആലോചിക്കണം. ആ കല്യാണം നടക്കുന്നു സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഗംഭീരമായ കല്യാണം. അതിലെ പുതുമണവാളനാരാ? അത് ഹബീബായ മുത്തൊളി മുസ്തഫ. അതിലെ പുതുമണവാട്ടിയാരാ? അത് ബഹുമാനപ്പെട്ട ബീവി ആസിയ, ബഹുമാനപ്പെട്ട ബീവി മറിയം. ഇവരൊക്കെ തമ്മിൽ നടക്കുന്ന കല്യാണത്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ തൃക്കല്യാണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട കല്യാണം എന്നാണ് ഇതിന്റെ അർത്ഥം. തൃക്കൈ എന്ന് പറഞ്ഞാൽ ബർക്കത്തുള്ള കയ്യ്, നല്ല കയ്യ്. തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ നല്ല കല്യാണം. അതാണ് തൃക്കല്യാണത്തിൽ പങ്കാളിയാക്കണേ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പുതുമണവാളനും ആസിയ ബീവി പുതുമണവാട്ടിയും, റസൂലുള്ള പുതുമണവാളനും മറിയം ബീവി പുതുമണവാട്ടിയുമായുള്ള ആ കല്യാണത്തിന് ഞങ്ങളെയും ക്ഷണിക്കണേ. നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മൾക്കും വിധി കൂട്ടി പെരുമാറാകട്ടെ. അതിനെന്തു ചെയ്യണം? നമ്മുടെ കല്യാണങ്ങളിൽ നമ്മൾ ഒതുങ്ങണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖം എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അവരെ ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇനി അവരെ കാണാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു പോയ പെണ്ണുങ്ങളുണ്ട്. അപ്പെണ്ണുങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ
കല്യാണം നമ്മൾക്ക് കണി കാണാൻ കഴിയില്ല, ആ കല്യാണത്തിൽ നമ്മൾക്ക് പങ്കാളിയാകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത് റൂസുഹുന്ന കബുഖ്തിൽ മായില. ആ വിശാലമായ ഹദീസിലൂടെ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം. മറ്റുള്ളവരെ ആകർഷിപ്പിക്കുകയും താൻ സ്വന്തമായി ആകർഷിക്കുകയും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുകയും വസ്ത്രം ധരിച്ചിട്ടും ധരിക്കാത്ത രൂപത്തിൽ അതിന്റെ ഭംഗിയും ലാവണ്യവും വ്യക്തമാക്കുന്ന രീതിയിൽ വസ്ത്രധാരണ നടത്തുകയും തന്റെ വസ്ത്രം ധരിച്ചതിന്റെ ഉദ്ദേശം മറ്റൊരുത്തനു തന്റെ ഭംഗി പ്രകടമാക്കരുതെന്നാണ്. ആ ഉദ്ദേശം തന്റെ വസ്ത്രധാരണയിലൂടെ ലഭ്യമാകാത്തവൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവരുടെ മുടി ഫാഷനാണ്, അവരുടെ നടത്തം ഫാഷനാണ്, അവരുടെ ഇരുത്തം ഫാഷനാണ്. ലജ്ജ എന്ന വിഷയം അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോയി. അവരുടെ കഴുത്ത് പുരുഷന്മാർക്ക് പ്രദർശന വസ്തുവാണ്, അവരുടെ കൈത്തണ്ട പുരുഷന്മാർക്ക് പ്രദർശന വസ്തുവാണ്, അവരുടെ തലകൾ ചീകി വെച്ചുകൊണ്ട് പുരുഷന്മാരെ ആകർഷിപ്പിക്കുകയാണ്. ഈ പെണ്ണുങ്ങൾ 500 വർഷത്തെ വൈദൂരത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ഇവരുടെ മൂക്കിലേക്ക് അടിക്കുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ പെണ്ണുങ്ങളെ ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ നല്ലതു തന്നെ. ഈ വനിതാ ക്ലാസ് തുടങ്ങിയതിനു ശേഷം 80% സ്ത്രീകളും പർദ്ദധാരികളാണ്. 10-20% വരുന്ന പെണ്ണുങ്ങൾ മുഖമൂടി ധരിക്കുന്നവരാണ്. ഞാൻ ഖുർആൻ ക്ലാസിന്റെ വാർഷിക പതിപ്പിൽ ആ വിഷയം എഴുതിയിട്ടുണ്ട്. ഈ ഒരു നല്ല അവസ്ഥ നമ്മൾക്ക് പടച്ചവൻ നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവതികളെ, നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ മാത്രം പർദ്ദ ധരിച്ചു വരുന്ന സമ്പ്രദായം, വാളിന് വരുമ്പോ മാത്രം പർദ്ദ ധരിച്ചു വരുന്ന സമ്പ്രദായം, കല്യാണത്തിന് നിങ്ങളുടെ കഴുത്ത് പ്രദർശനമാണ്, സൽക്കാരത്തിന് നിങ്ങളുടെ കൈത്തണ്ട പ്രദർശനമാണ്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ നിങ്ങളുടെ മുടി പ്രദർശന വസ്തുവാണ്. ഈ നിലക്കുള്ള ഒരു ജീവിതമായാൽ അത് ശരിക്കും കാപ്പട്യമല്ലേ? അള്ളാഹുവിനെ ഭയന്നാണ് ചെയ്യുന്നതെങ്കിൽ കല്യാണ സദസ്സും വഅദിന്റെ സദസ്സും തമ്മിലെന്ത് മാറ്റം? ഒന്നുകൂടി കല്യാണ സദസ്സിൽ പോകുമ്പോഴല്ലേ മകച്ചു പിടിച്ചു പോകേണ്ടത്? അരപ്പള്ളയും അരക്കൈയും കാട്ടി വന്ന പെണ്ണ്, ഈ മഅദിൻ ക്യാമ്പസിലേക്ക് മുമ്പ് വന്ന പെണ്ണ്, പരിപൂർണമായും പർദ്ദ ധരിച്ച് കുടചൂടിപ്പിടിച്ച് വായപൊത്തി സംസാരിക്കുന്ന ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിയത് ഇതിന്റെ നടത്തിപ്പുകാരുടെ മനഃശുദ്ധി തന്നെ. ആരാണ് നമ്മൾക്ക് നേതൃത്വം നൽകുന്നതെന്നറിയോ? എന്തേ നമ്മുടെ നാടുകളിലെ ക്ലാസുകളിൽ നമ്മൾ ഒരുപാട് പോയി, നമ്മുടെ വീടുകളിൽ വെച്ച് നടത്തിയ ക്ലാസുകളിലും പോയി. ആക്ഷേപിക്കുകയല്ല, പലതും സംഭവിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെയുള്ള ഒരു പരിവർത്തനം ഈ ക്ലാസ് കൊണ്ടുണ്ടായത്. ഇതിന്റെ നായകരാരാ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 10,000 കിലോമീറ്റർ ദൂരെ അങ്ങകലയിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. എന്തുണ്ട് നമ്മുടെ പെണ്ണുങ്ങളുടെ വർത്തമാനം? അവർക്കിരിക്കാൻ സീറ്റില്ലയോ? ഇനിയും പന്തല് നീട്ടേണ്ടതുണ്ടോ? അവര് തിക്കിയാണോ ഇരിക്കുന്നത്? അവര് വരുന്ന സമയത്ത് മഴ വർഷിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് 5000 കിലോമീറ്റർ അപ്പുറത്തിൽ നിന്ന് റിയാലുകൾ മുടക്കി ഫോൺ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യണേ. ആ നേതാവിന്റെ ദീർഘായുസ്സിന് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ നല്ല സംരംഭങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നിങ്ങളെപ്പോഴും ദുആ ചെയ്യണേ.
കാരണം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളാണ്. നിങ്ങളെ തഹജ്ജുദ് നിസ്കാരം കണ്ടിട്ട് നിങ്ങളെ ഭർത്താക്കന്മാര് ഫർള് നിസ്കാരം തുടങ്ങി. നിങ്ങളെ ളുഹാ നിസ്കാരം കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാര് റവാത്തിബ് തുടങ്ങി. നിങ്ങളുടെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ കണ്ടിട്ട് അവര് തറാവീഹിന് പോക്ക് തുടങ്ങി. കൂടുതൽ ചെയ്യുന്നത് തന്നെയാണ് മറ്റുള്ളവർ നന്നാകാൻ നല്ലത്. ചെയ്ത് കാണിച്ചു കൊടുക്കുക തന്നെയാണ് നന്നാകാൻ ഏറ്റവും നല്ലത്. പറഞ്ഞ് ശരിപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യൽ തന്നെ, നമ്മൾ ഒരുപാട് പ്രവർത്തിക്കൽ തന്നെ. അതുതന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ മനം മാറ്റാൻ ഏറ്റവും പര്യാപ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇണങ്ങി ജീവിക്കണം. ഇതിന്റെ മേധാവികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താക്കന്മാരെ പറ്റി തന്നെ ആ ഭർത്താവിന്റെ രണ്ട് മൂക്കിലൂടെ വലിക്കുന്ന ചീഞ്ചലം തന്റെ നാവുകൊണ്ട് വലിച്ചെടുത്താൽ പോലും ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ തീരുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ കടപ്പാടാണ് ഭർത്താവിനോടുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും നിർബന്ധമായ ബാധ്യതയാണെന്നല്ല, നിർബന്ധമായ കടപ്പാടാണെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ നിർബന്ധമായും നിങ്ങൾ പാലിക്കണം. അതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിൽ നിയ്യത്തും കൂടി വേണം. പടച്ചവനെ ബുദ്ധിമുട്ടിപ്പോയല്ലോ, പടച്ചവനെ ഇടങ്ങേറായിപ്പോയല്ലോ, പടച്ചവനെ ഉറങ്ങാൻ കഴിയണില്ലല്ലോ, പടച്ചവനെ ഞാൻ ഹലാക്കായിപ്പോയല്ലോ, ഇമാതിരിയുള്ള ശാപവചനങ്ങളൊന്നും നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ പറയരുതേ. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് നിങ്ങളൊരു കുട്ടിയെ സംബന്ധിച്ചും പറഞ്ഞു പോകരുത്. എന്റെ മക്കളെ കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് നിങ്ങളൊരു മക്കളെ പറ്റിയും പറഞ്ഞു പോകരുത്. നിങ്ങളുടെ ഗർഭത്തിൽ പടച്ച തമ്പുരാൻ വരദാനമായി തന്ന ഗർഭം അത് അലസിപ്പിക്കാനും ഭ്രൂണഹത്യ നടത്താനും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെ നിർബന്ധിപ്പിക്കരുത്. കിട്ടുന്ന സമയത്ത് വാങ്ങിയില്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കിട്ടാതെ പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്തു പോകരുത്. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ശാപവചനങ്ങൾ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അതിൽ ഇപ്പറഞ്ഞത് ഈ പണ്ടാരക്കുരുപ്പ്, ഇതുപോലെയുള്ള ശാപവചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ആ മക്കള് നിങ്ങൾക്ക് ദുന്യാവിൽ ഉപകാരപ്പെടില്ല. ആ വാക്ക് തന്റെ ഭർത്താവിന്റെ നെഞ്ഞത്ത് ചെന്ന് തറച്ചുപോയി, ആ ഭർത്താവിൽ അത് പ്രതിഫലിച്ചുപോയി, മക്കളിൽ വല്ലാതെ പ്രതിഫലിച്ചുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേറാജിന്റെ രാത്രിയിലെല്ലാം യാഥാർത്ഥ്യമായി കണ്ടില്ലേ? നമ്മൾ തന്നെ പലവരും ഇത് ചർച്ച ചെയ്തതല്ലേ? മിറാജിന്റെ രാത്രിയിൽ കടന്നുപോയപ്പോൾ അങ്ങനെ പലരെയും കാണുന്നു. നരകത്തിലേക്ക് നമ്മുടെ നേതാവെന്ന് എത്തിപ്പാളി നോക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിലേക്കൊന്ന് നോക്കുമ്പോൾ അവിടെ കണ്ടതെന്താ? പുരുഷന്മാരുണ്ടതിൽ, സ്ത്രീകളുണ്ടതിൽ. ഞാൻ നരകവാസികളിൽ വെച്ച് അധികമായി കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ സാധുക്കളാണ്. നിങ്ങൾ വളരെ വലിയ കഠിനാധ്വാനം ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. രാവിലെ മുതൽ വൈകുന്നേരമായാലും വൈകുന്നേരമായി പാതിരയായാലും നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണമെന്ന് ഭർത്താവിന്റെയും മക്കളുടെയും വയറ്റിലേക്കൊന്ന് എത്തിക്കാൻ നിങ്ങളുടെ മാനസിക വിഭ്രാന്തി എത്രയാണ്? അതിനുവേണ്ടി നിങ്ങൾ മാനസികമായി പീഡനം അനുഭവിക്കുന്നത് എത്രയാണ്? 4:30 മണിക്ക് പെണ്ണ് വിളിച്ചാൽ ഭർത്താവിന്റെ ചോദ്യം, 5 മണിക്ക് ബാങ്കുള്ളതിന് എന്തിനാണ് നീ എന്നെ 4:30 വിളിക്കുന്നതെന്നാണ്. ഈ ഭർത്താവ് ചിന്തിക്കുന്നുണ്ടോ? ഈ പെണ്ണ് കണ്ണിന്റെ പോളയടച്ചിട്ടില്ല. ഈ ഭർത്താവ് അത് ആലോചിക്കുന്നില്ല. ഒരുപക്ഷേ അവനത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വിടണം അത്. നിങ്ങൾ അതൊരു വലിയ സംഭവമാക്കിയെടുക്കരുത്. കാരണം നിങ്ങൾ അടുക്കളയിൽ ഈ അധ്വാനം നടത്തിയപ്പോൾ
നിന്റെ ഭർത്താവും ഉറങ്ങിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പടച്ച തമ്പുരാൻ നമ്മൾക്ക് തന്ന 2 പെൺമക്കൾ, പടച്ചവനെ പ്രായപൂർത്തിയായ ആ മക്കളെ കെട്ടിച്ചയക്കുന്നതിന്റെ സാമ്പത്തിക ഭാരവും സൗന്ദര്യ പ്രശ്നവും കുടുംബ വിഷയവും വീടിന്റെ കാര്യവും ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപക്ഷേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ എന്ന്. ഭർത്താവ് നിങ്ങൾ ചിന്തിക്കാത്തത് ചിന്തിച്ചു പോയി, ഭർത്താവ് നിങ്ങൾ ആലോചിക്കാത്തത് ആലോചിച്ചു പോയി. നാളെ റേഷൻ ഷാപ്പിലെ അരി അവസാനിക്കുന്ന ദിവസമാണ്. നാളെ വാങ്ങിയില്ലെങ്കിൽ ഈ ആഴ്ചത്തെ അരി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അതിന് 52 രൂപ കൊടുക്കണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എനിക്ക് 10 കിലോ അരി കിട്ടണമെങ്കിൽ 30 രൂപ കൊടുക്കണം. എവിടെന്നാണ് നാളെ രാവിലെ എനിക്ക് 30 രൂപ കിട്ടുക എന്ന നിലക്ക് ആ മനുഷ്യൻ തലയിണയിൽ തല വലത്തോട്ടും ഇടത്തോട്ടും വലിച്ചിട്ടുകൊണ്ട് കിടക്കുമ്പോ നിങ്ങളും കൂടി വിഷമിക്കണ്ടെന്ന് കരുതി ആ പുരുഷൻ പറയുന്നു, ഇന്ന് എന്തെന്നറിയില്ല, ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ മനുഷ്യൻ ശരിക്കറിയാം, നാളെ 30 രൂപ ഒപ്പിച്ചില്ലെങ്കിൽ ഒരാഴ്ചത്തെ റേഷൻ മുടങ്ങിപ്പോകുമല്ലോ. ഇത് ഞാൻ എവിടെ നിന്ന് കടം വാങ്ങുമെന്ന ആ ഭയപ്പാട് ആ പുരുഷനെ ഇട്ടലട്ടിയപ്പോൾ നിന്റെ കാര്യം വിചാരിച്ച് ഒരു രാത്രി പല രാത്രികളും ആ പുരുഷനും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 18 മണിക്കൂർ സമയമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാര് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നത്. അവർ നിൽക്കുന്നത് എവിടെയാ? കൂളറിന്റെ ഉള്ളിലല്ല, AC പതിപ്പിച്ച റൂമിന്റെ ഉള്ളിലുമല്ല, ചുട്ടുകത്തുന്ന തീക്കാറ്റടിക്കുന്ന മണൽക്കാട്ടിൽ ചുട്ടുകത്തുന്ന ആ കിച്ചണിലാണ് അവർ നിൽക്കുന്നത്. നീണ്ട 18 മണിക്കൂർ സമയം ഒരേ നൃത്തം നിന്ന് കരിക്കുന്നു, പൊരിക്കുന്നു. വിഷയം ബഹുജോറ് തന്നെ. നിങ്ങളെ ഇന്നേ വരെ ആ വിഷയം അറിയിച്ചിട്ടുണ്ടോ? ഒരു വാക്കെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉണർത്തുന്നു, ഈ ഭർത്താവിനെ നിങ്ങൾ വഞ്ചിക്കരുത് കേട്ടോ. ഈ ഭർത്താവിനെ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കരുത്. ശരിക്കും ഗൾഫുകാരന്റെ ഭാര്യമാരോട് കുടുംബജീവിതത്തിന്റെ അന്തസത്തയും അച്ചടക്കവും പറയുന്ന ഈ കൂട്ടത്തിൽ ഞാനിത് പറയാതെ പോയാൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവതികളെ, നിങ്ങളുടെ കാര്യം വിചാരിച്ച് ആ മണൽക്കാട്ടിലേക്ക് പോയ നിങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി തന്ന നിങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കേണ്ട, നിങ്ങൾക്കൊരു പുരവെക്കേണ്ട വിഷയം ചിന്തിച്ച് തലമുണ്ടാക്കി കടൽ കടന്നുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, അവരെ നിങ്ങൾ വഞ്ചിക്കാവോ? ആ ഭർത്താവ് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞിട്ട് ദിവസമെത്രയായി? 4 വർഷമായി. ഞാൻ തീർത്തു പറയുന്നു, ആ ഭർത്താക്കന്മാരിൽ നിന്ന് പലർക്കും നിങ്ങൾ പോകുന്നതിന്റെ തലേ രാത്രി വിളമ്പി വെച്ചു കൊടുത്ത ആ അരിയുടെ ചോറല്ലാതെ ആ ഭർത്താക്കന്മാര് പിന്നീട് രാത്രി ഭക്ഷണം അരിഭക്ഷണം കഴിച്ചില്ല കേട്ടോ. അവര് 4 കിലോമീറ്റർ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് 2 മണിക്ക് കടയുമടച്ചുകൊണ്ട് 4 കിലോമീറ്റർ കാല് കണ്ടിച്ചു നടന്ന് തൊട്ടടുത്ത റൂമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കിട്ടുന്ന ശമ്പളം ആ റൂമിന്റെ വാടകക്ക് തന്നെ തികയാതെ വരും. അതുകൊണ്ട് ഏതോ മലമുകളിൽ ചെന്നുകൊണ്ട് അവൻ താമസിക്കുന്നു. 1 ആൾ 2 ആൾ 3 ആൾ 25 പേർ. നിങ്ങളുടെ ബെഡ്റൂമില്ലേ 25 ലക്ഷത്തിന്റെ വീട്, ആ വീടിന്റെ ഉള്ളിലെ ഒരു ബെഡ്റൂം നിങ്ങളൊന്ന് കണക്കിലെടുക്കണം. ആ ബെഡ്റൂമിൽ അട്ടിയായി കിടക്കുന്നത് 25 പേരാ. ദുബായിലാണെങ്കിൽ വിശേഷമായി 25 പേരാണ് ഒരു റൂമിൽ കിടക്കുന്നത്. എങ്ങനെയാ അവര് കിടക്കുന്നതെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ വീടുകളിൽ പാത്രം അടക്കി വെക്കുന്ന തട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
ആ സ്റ്റീലിന്റെ അലമാര കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സ്റ്റീൽ അലമാരയിൽ പാത്രം മടക്കി വെച്ചതുപോലെ 25 ലക്ഷത്തിന്റെ വീട് നിനക്ക് കയറ്റിത്തന്ന് 2 മക്കളെയും നിന്നെയും ആ വീട്ടിലേക്കാക്കി ആ ഭർത്താവ് വീണ്ടും കിടക്കാൻ പോകുന്നത് ഈ ഖബറ് പോലത്തെ ലഹദിലാണ്, ഈ ഖബറ് പോലത്തെ അട്ടിയിലാണ്. ഈ ഇരുമ്പിന്റെ അട്ടിയിൽ ഇരുമ്പ് തന്റെ എല്ലിന് കുത്തിയിട്ട് അവന് ഉറക്കം വരാത്ത രാത്രികളേറെയാണ്. 1.5 മണിക്ക് പോകുന്ന വ്യക്തിയുണ്ട്, അവനെ ഉണർത്താൻ പാടില്ല. 2.5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവനുണ്ട്, അവൻ ഉണരാതെ മറ്റാരെയും ഉണർത്താതെ കിടക്കണം. അങ്ങനെ നേരം പുലർന്ന് വൈകുന്നേരമായി നേരം പുലരുന്നത് വരെ അതിന്റെ ഉള്ളിൽ നിന്ന് വരവും പോക്കും തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ ഭർത്താവിന്റെ രാത്രി ഭക്ഷണം എന്തെന്നറിയോ നിങ്ങൾക്ക്? കടയടച്ചുകൊണ്ട് 2 മണിക്ക് ആ റൂമിലേക്ക് നടക്കുന്ന വ്യക്തി നീണ്ട 1.25 മണിക്കൂർ സമയം നടന്നിട്ട് വേണം ഇനി ആ 4 കിലോമീറ്റർ നടന്നെത്താൻ. അവൻ വഴിയോരത്തിൽ നിന്നൊരു കടയിൽ കയറി 1 റിയാലിനൊരു പെപ്സി ബോട്ടിൽ വാങ്ങി, 3 റിയാലിന് ഒരു സാൻഡ്വിച്ച് വാങ്ങി. ആ സാൻഡ്വിച്ചിൽ ആഞ്ഞ് കടിച്ച് ആ പെപ്സി ബോട്ടിൽ പൊട്ടിച്ചതിൽ നിന്നൊരൽപ്പം നീരുറ്റിച്ചു കൊടുത്ത് അവന്റെ രാത്രി ഭക്ഷണം 4 വർഷമായി ഇതാണെന്ന് നീ ഓർക്കണം. ഈ കാശ് കൊണ്ട് നിനക്ക് മൊബൈൽ ഫോണിൽ വിളിക്കാവോ? ഇങ്ങനെ കഷ്ടപ്പെട്ട കാശ് കൊണ്ട് നിനക്ക് നിന്റെ കാമുകരിലേക്ക് ഈ മനുഷ്യനെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ഈ മനുഷ്യനോട് ക്രൂരത കാട്ടി, മനുഷ്യനോട് ശത്രുത കാട്ടി ഇതെങ്ങാനും പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്ന് എടി പെണ്ണേ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ എനിക്കൊരു ബുഹാരി ചോറ് കഴിക്കാമായിരുന്നല്ലോ, എനിക്കൊരു മന്തി കഴിക്കാമായിരുന്നല്ലോ, പക്ഷേ മന്തി കഴിച്ചാൽ 10 റിയാൽ കൊടുക്കണം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് 4 റിയാലല്ലേ ആകൂ. എന്നാലും ഒരു 10-70 രൂപ എന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി ആ അയച്ചു തന്ന കാശ് ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി നിങ്ങൾ ചെലവിടുമ്പോ ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കണേ. ആ കാശുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടി അതോടൊപ്പം നിങ്ങൾ ഭർത്താവിനോട് പൊരുത്തപ്പെടിച്ച് ഇനി എന്റെ കയ്യിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ലെന്ന ശപഥം എന്റെ പെണ്ണുങ്ങൾക്കുണ്ടാകണേ. ഈ മനുഷ്യനെ നമ്മൾക്ക് വഞ്ചിക്കാൻ കഴിയുമോ? അവൻ 4 വർഷത്തിനിടക്ക് ചിന്തിച്ചത് മുഴുവനും നിന്നെ, ആലോചിച്ചത് മുഴുവനും നിന്നെ, കരുതിയത് മുഴുവനും നിന്നെ. നീയോ മറ്റൊരുത്തനെ. ഈ ഒരു നിലപാട് പൊരുത്തപ്പെട്ടു പോകാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ BSNL മൊബൈൽ ഫോണിൽ 5000 രൂപ 2 മാസത്തെ ബില്ല്, 10000 രൂപ 2 മാസത്തെ ബില്ല്. എവിടെന്നാണ് ഈ വിളി വന്നത്? ഏത് തലയിലേക്കാണ് നീ വിളിച്ചത് പെണ്ണേ? എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ കാശുണ്ടാക്കുന്നതെന്ന് നീ ഓർക്കണം. ഈ മക്കളുടെ പഞ്ചാര വാക്ക് കേൾക്കാൻ, ഈ മക്കൾ പൂമ്പാറ്റകളോട് സല്ലപിക്കുന്നത് കേൾക്കാൻ, പൂമ്പാറ്റകളോട് കുശലം പറയുന്നത് നീ ആസ്വദിച്ച സന്ദർഭം നിന്റെ ഭർത്താവ് ആ തീക്കാറ്റടിക്കുന്ന മണൽക്കാട്ടിൽ 1000 ആടുകളോട് മല്ലടിക്കുകയാണ്, 500 ഒട്ടകങ്ങളോട് മല്ലടിക്കുകയാണ്. അവര് പ്രസവിച്ചത് പേറ്റെടുപ്പ് നടത്തുകയാണ്. ആടിന്റെ പേറ്റെടുപ്പ് നടത്തി മരുഭൂമിയിൽ തന്റെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ ഏകനായി മാസങ്ങളോളം ജീവിച്ച അല്പം പരിപ്പും അല്പം ഗോതമ്പും അല്പം വെള്ളവും കൊണ്ടുപോയി ആ മുതലാളി കൊടുത്ത് അടുത്ത ആഴ്ച വരാമെന്നും പറഞ്ഞ് ടാറ്റ ഗുഡ് ബൈ അടിച്ചുകൊണ്ട് തിരിച്ചു പോന്ന തന്റെ അറബി പിന്നീട് ആ മണൽക്കാട്ടിലേക്ക് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഒരു മനുഷ്യന്റെ ചൂര് നിന്റെ ഭർത്താവിന് കിട്ടുന്നത്. ഒരു മനുഷ്യനെ ഇനി കാണണമെങ്കിൽ ഒരാഴ്ച കഴിയണം. ഈ നിലക്ക് കഷ്ടപ്പെട്ട കാശ് ചെലവഴിക്കുമ്പോ നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ സംതൃപ്തമാകും? അച്ചടക്കമുള്ള കുടുംബമാകണ്ടേ? എന്നോട് നിങ്ങൾക്ക് വേദന തോന്നരുത്. ടെക്സ്റ്റൈൽസിൽ പോയി നിങ്ങൾ വസ്ത്രമെടുക്കുന്ന അവസരത്തിൽ ആലോചിക്കണം. നിങ്ങൾ
എണ്ണ വാങ്ങുമ്പോൾ ആലോചിക്കണം, ഓയിൽ വാങ്ങുമ്പോൾ ആലോചിക്കണം, പൊടി വാങ്ങുമ്പോൾ ആലോചിക്കണം, പഞ്ചസാര വാങ്ങുമ്പോൾ ആലോചിക്കണം, വീട്ടുപകരണങ്ങൾ വാങ്ങുമ്പോൾ ആലോചിക്കണം. ആലോചിച്ച് ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വേദന അറിഞ്ഞുകൊണ്ട് സംവദിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി നിനക്ക് കഴിയണം. പടച്ചവൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നവൻ, വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നവൻ, വീട്ടിലേക്ക് CD കാണാൻ വരുന്നവൻ, CD കൈമാറ്റം ചെയ്യാൻ വരുന്നവൻ, എല്ലാവരെയും നമ്മൾ അഭിസംബോധനം ചെയ്യേണ്ടത് വാതിലടച്ചുകൊണ്ട് ജനൽവാതിലിന്റെ പാളിയുടെ ഉള്ളിലൂടെയാണ്. ഒരാളും തന്റെ അകത്ത് കടക്കരുത്, ഒരാളും തന്റെ അകത്തേക്ക് കയറാൻ പാടില്ല, ബദ്ധമാണ്. അത് വല്ലാത്ത ഒരു നൈമിഷിക നിമിഷമാണ്. അതുകൊണ്ട് തന്നെ കുടുങ്ങിപ്പോകുന്നത് ശ്രദ്ധിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ കൂട്ടത്തിൽ ഉണർത്തുന്നു. അള്ളാഹുവിനെ പേടിച്ചു ജീവിക്കണം. അതിന്റെ ഏറ്റവും വലിയ സിദ്ധൌഷധം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വേദന പുരുഷനായ ഞാൻ അറിയാതെയല്ല, എന്റെ സ്ത്രീകളുടെ വേദന അറിയാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്റെ ഭർത്താവിന്റെ അരച്ചാണ് വയറിന് വേണ്ടി പോയതല്ലല്ലോ, എന്റെ ആവശ്യത്തിന് വേണ്ടി, എന്റെ പ്രൗഢമായ ജീവിതത്തിന് വേണ്ടി എനിക്കൊരു കഞ്ഞിയുണ്ടാക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ നീക്കേണ്ടത്. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നടക്കാൻ ഒരു ഔഷധം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കണം, ഒരു സിദ്ധ ഔഷധം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കണം. അതേതാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് തന്നെ. ഹബീബായ മുത്തളി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് തന്നെ. ആ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ക്ഷമിപ്പിച്ചു നിർത്താനും ചീത്തയിലേക്കും ദുർമര്യാദയിലേക്കും പോകാതെയും ടിവിയിലേക്ക് നമ്മുടെ കണ്ണു പതിക്കാതെയും അശ്ലീല ചിത്രങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടി പായാതെയും ആ ഹലാക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോകാനുള്ള വാക്കു പറയാൻ നമ്മെ ധൈര്യപ്പെടുത്തിയും ആ സ്വലാത്ത് നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ ചതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്നുകൂടി ഉപയോഗിച്ചു നോക്കൂ. എങ്ങനെ ഉസ്താദേ ഇതിനൊരു പ്രതിവിധിയുണ്ടോ എന്ന് ചോദിക്കുന്നുവെങ്കിൽ എനിക്ക് പറയാനുള്ളത് പ്രതിവിധി സ്വലാത്ത് തന്നെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നിയന്ത്രിക്കട്ടെ. നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ സ്വലാത്തും ചൊല്ലി നടന്നു നോക്കൂ. നിങ്ങളുടെ കഴുത്ത് മറ്റൊരു ആണ് കാണുന്നത് നിങ്ങൾക്ക് ബേജാറാകും. നിങ്ങൾ സ്വലാത്ത് ചൊല്ലി നടന്നു നോക്കൂ, നിങ്ങളുടെ കൈത്തണ്ട കാണുന്നത് ബേജാറാകും. അതേ സന്ദർഭം നിങ്ങളെല്ലാവർക്കും പ്രദർശിപ്പിച്ചു നടക്കുന്ന ഒരു സാഹചര്യം തന്നെ വരുന്നത് അന്തം വിട്ട് നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കണം, അതിനുള്ള മരുന്നുകൂടി ഉപയോഗിക്കണം. ഒറ്റക്കുള്ള തന്റെ വീട്ടിലുള്ള തന്റെ പെണ്ണുങ്ങൾ വളരെ ശ്രദ്ധിച്ചു ജീവിക്കണം. അവളെ തൊടാൻ പറ്റില്ല, അവൾക്കൊരു ഫോൺ ചെയ്യാൻ പറ്റുന്ന പെണ്ണല്ല. അവള് റോഡിലൂടെ പോകുന്നത് കണ്ടില്ലേ, പർദ്ദ ധരിച്ച് കൊട താഴ്ത്തിപ്പിടിച്ച് മുഖം പൊത്തി കാലിൽ സോക്സ് ധരിച്ചല്ലേ അവൾ നടന്നു നീങ്ങാറ്. അവളോടെങ്ങനെ ഞാൻ സംസാരിക്കുമെന്നൊരു തോന്നൽ ആണുങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി കേട്ടോ. അതേ അവസരത്തിൽ നിങ്ങൾ നടന്നു പോകുന്ന നിങ്ങളൊരു പർദ്ദ ധരിച്ചിട്ടുണ്ടതിന്റെ പേരെന്താണ്? അപായ. അതൊരു അപായം തന്നെയാണ്, അതൊരു പേടി സ്വപ്നം തന്നെയാണ്. ആ പർദ്ദയും ധരിച്ച് നിങ്ങൾ പോയപ്പോൾ ഷാല് തോളിലിട്ടപ്പോൾ നിങ്ങളുടെ പർദ്ദ കാപ്പറ്റ്യത്തിൻ്റെതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ പെണ്ണിന്റെ കഴുത്തനിക്ക് പ്രദർശിപ്പിച്ചതുകൊണ്ട്, ഈ പെണ്ണിന്റെ കൈത്തണ്ട എന്നിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് ഈ പെണ്ണിനെ എനിക്ക് വശംവദനാക്കാമെന്ന് ആണ് ചിന്തിച്ചു പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവതികളെ, നിങ്ങൾ തന്നെ അതിന്റെ മറുപടികൾ കണ്ടെത്തണം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ ഒരു പുരുഷനും നിങ്ങളെ തൊടില്ല. നിങ്ങൾ പളുങ്കാണ്. ഇന്നലെ ഉസ്താദ് പറഞ്ഞില്ലേ, നിങ്ങൾ പളുങ്കാണ്, അതിനെ ആരും തൊട്ട് പൊട്ടിക്കുകയില്ല. അതേ സന്ദർഭം നിങ്ങൾ തന്നെയും അത് പൊട്ടിക്കാനുള്ള വിഷയങ്ങൾ ഒരുക്കി കൊടുത്താൽ
നിങ്ങളെ പുരുഷന്മാര് വെറുതെ വിടുകയും ഇല്ല. കാര്യങ്ങൾ നേരെ ചൊവ്വേ നിങ്ങൾ തന്നെ നടത്തണം. ഭർത്താക്കന്മാരെ നിങ്ങൾ ചതിക്കരുത്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ടെൻഷൻ അടിച്ച് ചെല്ലുമ്പോ, ഞാൻ കൂടുതൽ മനസ്സ് വേദനിച്ച് ചെല്ലുമ്പോ എന്റെ സഹധർമ്മിണി ആയിഷയെ വിളിച്ചുകൊണ്ട് ഞാൻ പറയും, കല്ലിമീ യാ ആയിഷ, ആയിഷ എന്നോടൊന്ന് മിണ്ടൂ, ആയിഷ എന്നോടൊന്ന് സംസാരിക്കൂ. ഒരല്പസമയം ആയിഷ പുഞ്ചിരി തൂകി അങ്ങ് സംസാരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്റെ ടെൻഷൻ മുഴുവനും ദൂരത്തായി പോയി, എന്റെ വേദനയകന്നുപോയി, ഇനി നിങ്ങൾക്ക് സംസാരം നിർത്താം. ഈ ഒരു സംസാരിക്കുന്ന പെണ്ണിനെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വളർത്തിയെടുക്കേണ്ടത്. ഈ ഒരു കുടുംബജീവിതം നയിക്കുന്ന പെണ്ണിനെയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഈ ഒരു വൃത്തിയുള്ള പെണ്ണിനെയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ഫാത്തിമ ബീവിയുടെ മാതൃകയാണ് നമ്മൾക്ക് വേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഫാത്തിമത്തു സയ്യിദത്തി നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗനിവാസികളായ പെണ്ണുങ്ങളുടെ ചെയർപേഴ്സണാണ്, അവിടുത്തെ മേധാവിയാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. ഫാത്തിമ ബീവിയെ പലരും കല്യാണാന്വേഷണം നടത്തിയെങ്കിലും ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നോക്കി അലി എന്നവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം അവിടുത്തെ ഉപ്പയായ ആൾ മകളെ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നു. ആരാണ് ഉപ്പ? ലോകത്തെ ഏറ്റവും വലിയ ധർമ്മബോധമുള്ള ഉപ്പയാണ്. ആ ഉപ്പ ചെന്നുകൊണ്ട് ഈ മകളോട് ചോദിക്കുന്നു, മോളെ എന്താണ് നിങ്ങൾ കരയുന്നത്? കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഉപ്പ ഒരു മകള് കെട്ടിച്ച സ്ഥലത്തേക്ക് ചെന്നിട്ട്, കെട്ടിച്ചയച്ച സ്ഥലത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, മകളെ എന്താണ് നീ കരയുന്നത്? ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ ബീവി പറഞ്ഞത്, ഞാൻ കരയുന്നത് വിശന്നിട്ടാണ് ഉപ്പ. ഏതാണത് കാലഘട്ടം പെണ്ണുങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിന്റെ ലോകത്തിന്റെ നേതാവിന്റെ മകൾ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വിശന്നിട്ട് കരയുന്നു. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉപ്പയാണെങ്കിൽ എന്ത് ചെയ്യും? മോളെ, തൽക്കാലം ഈ ഓട്ടോറിക്ഷയിൽ കയറൂ, നമ്മൾക്ക് പോകാം, ബാക്കിയൊക്കെ പിന്നീട് ചിന്തിക്കാം. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഇവിടുത്തെ നരകിപ്പ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് സഹിക്കാൻ കഴിയില്ല. നീ ഈ ഓട്ടോറിക്ഷയിൽ കയറൂ, തിരിഞ്ഞും മറിഞ്ഞും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിൽ നമ്പറുകൾ ഓൺ ചെയ്തുകൊണ്ട് ആ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റിങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ട് വിശന്നിട്ട് കരഞ്ഞ മകളോട് പറഞ്ഞത്, മോളെ, നിനക്ക് ഒരു ദിവസമല്ലേ ഭക്ഷണം കിട്ടാതെ ആയത്? നിന്റെ ഉപ്പ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മോളെ, അതുകൊണ്ട് നീ ക്ഷമിക്കണം മോളെ. ഫാത്തിമത്തു ബിദ്അത്തു കബിദി, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പ്രഖ്യാപിച്ച മകളെ സമാധാനിപ്പിക്കാൻ, ഒരു ദിവസത്തെ വിശപ്പിന്റെ വിഷയം പറഞ്ഞ മകളെ സമാധാനിപ്പിക്കാൻ 3 ദിവസത്തെ വിഷമം പറഞ്ഞ, വിശപ്പിന്റെ വിഷമം പറഞ്ഞ നബി തങ്ങളുടെ വാക്കുകേട്ടപ്പോ മകൾ അടങ്ങിപ്പോയി. ഇത്രയും വലിയ സാഹസം സഹിച്ച് രമ്യതയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയാണ് നാളെ സ്വർഗീയ ലോകത്ത് നിങ്ങളുടെ നേതാവ്. സ്ത്രീകൾക്ക് ഷഫാഅത്ത് ചെയ്തുകൊണ്ട് കയറ്റാനുള്ള അധികാരം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്കാണ്. ഈ ഫാത്തിമ ബീവിയെ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ പടച്ചനെ ഓർത്തുകൊണ്ട് രമ്യതയിൽ